അപ്പം നമ്മുടെ ഊബർ വിളിക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് രണ്ടാമത്തെ വീഡിയോ. നമ്മൾ ഗോ ഇൻട്രസിറ്റി, സെഡാൻ ഇൻട്രസിറ്റി, എക്സൽ ഇൻട്രസിറ്റി, അങ്ങനെ 3 ട്രിപ്പുകൾ. ഈ ഇൻട്രസിറ്റി ട്രിപ്പുകൾ വിളിക്കുമ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രിപ്പ് വിളിക്കുന്നു. ഇതിനിടയിൽ എവിടെയും വാഹനം നിർത്താനോ എന്തെങ്കിലും മേടിക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ മീറ്റിങ്ങിനോ ഭക്ഷണം കഴിക്കാനോ നിർത്താൻ യൂബറിൽ ഓപ്ഷൻ ഇല്ല. ഒരു നോർമൽ ഇൻട്രസിറ്റി ട്രിപ്പിൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് എത്ര സമയമാണോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഗൂഗിളിൽ, ആ എമൗണ്ടാണ് ഇതിൽ കാൽക്കുലേറ്റ് ആവുക. അതായത് വെയിറ്റിംഗ് ചാർജ് വരില്ല എന്നർത്ഥം. ഇനി ഒട്ടുമിക്ക ഡ്രൈവർമാരുടെ അടുത്തും 80% ഡ്രൈവർമാരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ, അതായത് നിങ്ങൾ അടിമ പോലെ സംസാരിക്കണമെന്നല്ല, റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം നിർത്തിത്തരാൻ തയ്യാറാവും. അപ്പോൾ ആ സമയത്ത് വെയിറ്റിംഗ് ചാർജ് കിട്ടുന്നില്ല എന്നുള്ള പ്രധാന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് പോവേണ്ടതെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്ത് ഉച്ചയാവും അല്ലെങ്കിൽ വൈകിട്ടാവും അവിടെ എത്തുമ്പോൾ അതിനിടയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർക്ക്, ഡ്രൈവർക്ക് കൊടുക്കേണ്ട എല്ലാവിധ ബഹുമാനങ്ങളും കൊടുത്ത് അദ്ദേഹത്തിനൊരു മനുഷ്യനായി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, പെരുമാറുക. അല്ലാന്നുണ്ടെങ്കിൽ റെൻ്റൽ ട്രിപ്പ് വിളിക്കുക. അപ്പോൾ റെൻ്റലാവുമ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിർത്താം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തെക്കുന്ന് വടക്കോട്ട് ബുക്ക് ചെയ്തു. നിങ്ങൾക്ക് പോകേണ്ടത് കിഴക്കോട്ടാണെന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഒരിക്കലും നിങ്ങളെ കിഴക്കോട്ട് കൊണ്ടാക്കില്ല. അതായത് ബുക്ക് ചെയ്ത സ്ഥലത്തൊക്കെ അല്ലാതെ നിങ്ങളെ വേറെ സ്ഥലത്തേക്ക് ഡ്രൈവർ ഡ്രോപ്പ് ആക്കില്ല. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കും കസ്റ്റമർക്ക് പോകേണ്ടത് മറ്റൊരു സ്ഥലത്തേക്കും ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഡ്രൈവർക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ ആ ട്രിപ്പ് ക്യാൻസലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൗണ്ട് ട്രിപ്പ് അല്ലെങ്കിൽ റെൻ്റൽ ട്രിപ്പ്, ഇതിൻ്റെ സമയം കഴിയുന്നവരെ ഡ്രൈവർ നിൽക്കാൻ, അതായത് കാത്തു നിൽക്കാൻ ബാധ്യസ്ഥരാണ്. ആ സമയം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ബുക്കിങ്ങോ വേറെ യാത്രകളോ ഉണ്ടെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള പൂർണ്ണ അധികാരം ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അഡീഷണൽ വരുന്ന ഒന്നിനും വെയിറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ വെയിറ്റിംഗ് പേയ്മെൻറ്റുകളോ ഒന്നും കയറില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം. പിന്നെ ഒരു പോയിന്റിൽ നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിർത്താൻ പാടില്ല, നിർത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് അവിടെ നിർത്തണമെങ്കിൽ അവിടെ ഒരു പോയിൻ്റ് ആഡ് ചെയ്യണം. ആ പോയിൻ്റ് ആഡ് ചെയ്യണം നിങ്ങൾക്ക് നിർത്തി എന്തെങ്കിലും കാര്യം ചെയ്യാനല്ല, അവിടെ നിന്ന് ഒരാളെ കയറ്റാൻ വേണ്ടി മാത്രമാണ്. അതായത് മൾട്ടിപ്പിൾ പോയിൻ്റ് ട്രിപ്പുകൾ. അപ്പോൾ അതും മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് വേറെ ഒരു കാര്യത്തിനല്ല, അവിടെ നിന്ന് ആളെ പിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു സാധനം അവിടെ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഒരു 10 മിനിറ്റിൻ്റെ ഗ്യാപ്പ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ യൂബർ ട്രിപ്പ് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂബർ ട്രിപ്പ് ബുക്ക് ചെയ്തതിന് ശേഷം ഡ്രൈവറുമായിട്ട് സംസാരിച്ച് അതൊരു പേഴ്സണൽ ട്രിപ്പായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അയാൾ സമ്മതിക്കുമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ട്രിപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. ഓക്കെ, താങ്ക് യു.